ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഫ്രീ ഫയർ അല്ല ഗൈസ്, നമ്മളിന്ന് മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഗെയിമായിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കും. അപ്പോൾ ഗൈസ് അധികം വൈകാതെ വീഡിയോയിൽ കിടക്കാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫുൾ ഓൺ ഫുൾ പവറാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇവിടെ ലോഡിങ് ആവുന്നുണ്ട് ഗൈസ്. ഞാൻ ഒരു സീറ്റ് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ നിന്റെ തന്ത. നമ്മളതാ വില്ലേജിൻ്റെ നടുക്കാണ് ഗൈസ് വന്നേക്കുന്നത്. ഒരു നല്ലൊരു സ്പോൺ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എനിക്കറിയായിരുന്നു, പക്ഷേ ഇതിനകത്ത് എന്തോന്നൊക്കെ ഉണ്ടെന്നുള്ള കാര്യമൊന്നും എനിക്കറിഞ്ഞൂടാ ഗൈസ്. നല്ലൊരു സ്പോൺ ആണെന്ന് മാത്രമേ വീഡിയോക്കകത്ത് പറയുന്നുണ്ടായിരുന്നു. ഓഹ്, എന്തൊരു ലാഗ് ഗൈസ്. ഗൈസ് തുടക്കം ഗൈസ് ഡയമണ്ട് ഗൈസ്, വിഷയം 6 ഡയമണ്ട് ഗൈസ്. നമുക്ക് പൊളിക്കാം ഗൈസ്. കുറേ അയണും ഒബ്സീഡിയൻ ഇതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഗൈസ്. ഇതിനകത്ത് ഇത്രയും നല്ല ലൂട്ടുള്ള കാര്യമൊന്നും എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ ഇൻഫർമേഷൻ ഇല്ലായിരുന്നു ഗൈസ്. അപ്പോൾ ഒരു ചെസ്റ്റ് വിളിച്ച് കിട്ടി. നമ്മളതെടുത്ത് എന്താ പറയുക, ഇപ്പോൾ എക്യുപ്പൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഓടി ഒന്ന് പൊളിക്കാം ഗൈസ്. ഗൈസ് അപ്പോൾ അതാ നമ്മുടെ ഗോളണ്ണനൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ്. മച്ചാൻ്റെ സുഖം തന്നെ. അപ്പോൾ നമുക്ക് ഓടി എന്നിട്ട് അടുത്ത ബ്ലാക്ക് സ്മിത്തിൽ കയറിയിട്ട് ഗൈസ് നമുക്ക് എന്താണ് ലൂട്ടെന്നൊക്കെ നോക്കാം ഗൈസ്. നമുക്കത് എടുക്കാം. അതിൽ നിന്ന് കുറച്ച് ചെസ്റ്റ് വിളിച്ച് പിക്കാക്സൊക്കെ ഉണ്ട് ഗൈസ്. നിങ്ങളിവിടെയൊക്കെ മഴയുണ്ട് ഗൈസ്. എന്താണ് പൊളിക്കല്ലേ? ഇവിടെയൊക്കെ നല്ല പൊരിഞ്ഞ മഴ ഗൈസ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഗൈസ് ബാബു, ഹായ് മച്ചാനെ, സുഖമാണോ മച്ചാനെ? നീ എവിടെ വന്ന മരഭൂതം ഗൈസ്? എവിടെ നോക്കിയാലും ഊക്കാണല്ലോ ഗൈസ്. എന്നാടാ മോനെ, നീയെങ്കിലും ഒന്നും മിണ്ടായിരിക്കണേ. എന്നാൽ നിനക്ക് കയറിയിട്ട് വരാം. ഗൈസ് അപ്പോൾ നമ്മളിതാ നമ്മുടെ പുതിയ വില്ലേജിലൊക്കെയാണ് എത്തിയേക്കുന്നത് ഗൈസ്. എന്തായാലും പുതിയ വീട്ടിൽ കയറിയില്ലേ ഗൈസ്. നമുക്ക് ഒന്ന് മണിയടിച്ച് പ്രാർത്ഥിക്കാം ഗൈസ്. നല്ലൊരു തുടക്കം വഹിക്കണമേ ഗൈസ്. അടിച്ചിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിനകത്ത് കയറി ഒരു ബെഡ് കിട്ടിയാൽ കൊള്ളായിരുന്നു ഗൈസ്. നമുക്ക് ഒരു ബെഡ് കിട്ടിയെങ്കിൽ പറഞ്ഞു തന്നു. നമ്മളൊരു റീസ്പോൺ സെറ്റ് ചെയ്യുകയാണ് ഗൈസ്. നമുക്കിന്നെ മണ്ടയ്ക്ക് കയറിയിട്ട് എന്തെങ്കിലും നോക്കാം ഗൈസ്. ഇവിടെ ആരും ഇല്ലേ? ആരുമില്ല, കേറി പോരെ. ഇത് കടയാണോ? അല്ല, അമ്പല. ഞാനവിടുത്തെ പ്രതിഷ്ഠ വായിലാക്കുന്നില്ല അപ്പൻ. എന്തോ പറയാനാണ് ഗൈസ്. എന്തായാലും ആ ചെസ്റ്റ് ഇരുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഒരു തൈ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ മരത്തിൻ്റെ സാപ്ലിങ് ഗൈസ്. അപ്പോൾ നമ്മളെടുത്ത് നമുക്ക് പുറത്ത് കൊണ്ടുപോയി നടാം ഗൈസ്. ഒരു തൈ നടാന്ന് ഇനി അലമ്പാക്കണം ഗൈസ്. അപ്പോൾ നമ്മളൊരു വില്ലേജ് വന്നു കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ എപ്പോഴും അവരെ ഓസിയായിരിക്കും നമ്മൾ ജീവിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഫാമിൻ്റെ സൈഡിൽ ഇരുന്ന് ആ ഒരു വുഡെല്ലാം നമ്മളിങ്ങനെ മുറിച്ചെടുക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഫുൾ പവറൊക്കെ ഗൈസ്. നിങ്ങൾ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിനൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക ഗൈസ്. അപ്പോൾ ഞാൻ ഈ വുഡൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ ഗൈസ്. ഞാൻ മുമ്പ് കളിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഗെയിമിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം ഗൈസ്. അതുകൊണ്ടാണ് അത്യാവശ്യം നന്നായിട്ടൊക്കെ കളിക്കുന്നത് തന്നെ. നമ്മൾ കുറച്ച് വുഡ് എടുത്തു ഗൈസ്. ഇത് വെച്ച് നമ്മൾ പ്ലാങ്ക് ആക്കണം, പ്ലാങ്ക് സ്റ്റിക്ക് ആക്കണം. അതേപോലെ തന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ഇങ്ങനെയാണ് ഗൈസിൻ്റെ എന്താ പറയുക, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. നമുക്കിവിടെ വെച്ചൊരു ആക്സ് ഉണ്ടാക്കാം ഗൈസ്. ഒരു ആക്സ് ഉണ്ടാക്കാം ഗൈസ്. ഒരു അയൺ ആക്സ് ഉണ്ടാക്കി ഗൈസ്. ഇനി അടുത്തായിട്ട് നമുക്കൊരു വീട് കണ്ടുപിടിക്കൽ, ഒരു വീട് ബേസ് എവിടെ പണിയുമെന്നാണ് നമ്മുടെ അടുത്ത ഉദ്ദേശം ഗൈസ്. ഇതിൽ ചെയ്യാൻ നോക്കാം. 2000 years later. അപ്പോൾ ഗൈസ് നമ്മൾ ഫൈനലി ഇതാ ഇവിടെ ബേസ് പണിയുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ട് ഗൈസ്. ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ നോയ്സാണ് ടേക്കുകൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇനി ബേസ് പണിയുള്ള സ്ഥലം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇവിടെ ബാക്കിയെല്ലായിടത്തും കുറേ കേവ് ഗൈസ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു വെള്ളമൊക്കെ ഉണ്ട്, സെറ്റ് സ്ഥലമാണ്. അപ്പോൾ ഇത് തന്നെ നമുക്ക് ഉറപ്പിക്കാം അല്ലേ, നല്ല സെറ്റ് സ്ഥലം. അപ്പോൾ ഗൈസ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ തന്നെ ഉറപ്പിക്കാം ഗൈസ്. എവിടെ നോക്കിയാലും കേവാണല്ലോ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഇവിടെ തന്നെ ബേസ് ആക്കാം ഗൈസ്. അപ്പോൾ അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് ഇവിടെ ഇത്തിരി പുല്ല് മാറ്റിയിട്ട് ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ വെക്കാം ഗൈസ്. നമുക്ക് ഇത്തിരി പുല്ല് മാറിപ്പോണം കേട്ടോ. പുല്ലൊക്കെ നമുക്ക് മാറ്റിയിട്ട് ഇത്തിരി ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് എന്നിട്ട് നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കാം. ഒരു ചെസ്റ്റ് പോലെ നമുക്ക് ഡബിൾ ചെസ്റ്റ് തന്നെ വേണം ഗൈസ്. എങ്കിലല്ലേ അതിന് സിമിട്രി ഉള്ളൂ ഗൈസ്. ഏത് അപ്പോൾ നമ്മൾ ഇവിടെ ഡബിൾ ചെസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഈ സൈഡിലോട്ട് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതായത് ഡബിൾ ചെസ്റ്റായി നമുക്ക് കിട്ടിയ ലൂട്ടൊക്കെ നമ്മളെടുത്ത് ഇതിനകത്ത് വെക്കുകയാണ് ഗൈസ്. അതിന് ശേഷം ഇത് നമ്മുടെ ബേസായിട്ട് നമ്മളിവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇനി എന്താ പറയുക ഗൈസ്, ഇനി എന്തെങ്കിലും ആയിരിക്കും. ഇവിടെ പിന്നെയും കേവ് ഗൈസ്. എന്താണ് കുഴപ്പമില്ല, നമുക്കതൊക്കെ സെറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ എന്താണ് പറയുക, അടുത്ത എപ്പിസോഡ് നമുക്കത് റെഡിയാക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമുണ്ടെന്ന് വായിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വന്നവരെ ഞാൻ തന്നെ വേറൊന്നും പറയില്ല. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ തന്നെ വേണം. അപ്പോൾ ഓക്കെ, ബൈ.